ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് വ്ലോഗുമായിട്ടാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതാണ് സിറ്റി സ്റ്റാർ. ഇവിടെ ക്രിസ്മസിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഉണ്ട്, ഡെക്കറേഷൻസ് ഉണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഏകദേശം എല്ലാം ഒരു റെഡും വൈറ്റും കളേഴ്സ് ആയിരുന്നു. ക്രിസ്മസിൻ്റെ ഡെക്കറേഷനായിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ട്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് റെഡ് കളർ മാത്രമേ കാണത്തുള്ളൂ. ക്രിസ്മസ് ട്രീ നോക്കിയാൽ വൈറ്റും ഗ്രീനും റെഡും എല്ലാ കളേഴ്സും. ഇനി ക്രിസ്മസ് ട്രീയെ പറ്റി പറയാൻ പോകണമെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ടായിരുന്നു. സൈസ്, കളർ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. മഞ്ഞ് വീഴുന്ന പോലത്തെ ഉണ്ടായിരുന്നു, മഞ്ഞ് ഇല്ലാത്തുണ്ട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഈ വെക്കുന്ന ഒരു പെൺകുട്ടി പോലത്തെ ഭയങ്കര കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ ഡാൻസും വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോസും എടുത്തിട്ടുണ്ട്. ഞാനും ആൽബം എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ. ഇവിടെ ഒരു നമ്മളെന്താ ക്രിസ്മസ് എൻജോയ് ചെയ്യാൻ വന്നൊരു ഫീലാണ്, ഷോപ്പിങ്ങിന് വന്നപോലെ തോന്നാറ്. കാരണം അത് അതുപോലെ നല്ല ഭംഗിയായിട്ട് പൊളിയായിട്ട് അവരെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാം, ലൈറ്റും എല്ലാം അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്കിവിടെ വന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ നിന്ന് രണ്ട് കാലിങ്ങനെ അടിക്കുന്ന പോലത്തെ ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് രണ്ട് എൽഫിൻ്റെ കാല, അത് തലയൊക്കെ അതിനകത്ത് പെട്ടുപോയതുപോലെ ഒരു ഇതാണ്. പക്ഷെ തലയൊന്നുമില്ല, കാല് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്മസിൻ്റെ തീമിലുള്ള പ്ലേറ്റ്സ്, ഗ്ലാസ്, കപ്പ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഈ ഒരു സൈഡ് ഫുൾ ഏകദേശം ഡെക്കറേഷൻസ് ആണ്. പിന്നെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ആക്സസറീസിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയാതെ ക്രിസ്മസ് ട്രീയുടെ ലുക്കുള്ള ഒരു ഹാറ്റ് ഉണ്ടായിരുന്നു, വേറെ ഹാറ്റ്, അങ്ങനെ കുറേ ഹാറ്റുകളുണ്ടായിരുന്നു. ഞാൻ ഡെക്കറേഷൻസിൻ്റെ കാര്യം പറഞ്ഞത് ഇതൊക്കെയാണ് ഡെക്കറേഷൻസ്. എന്ത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. കത്തിക്ക് കളർ ഉണ്ടാകും. ഡെക്കറേഷൻസ് എല്ലാം ഭംഗിയാണ് കേട്ടോ. കപ്പ്, പ്ലേറ്റ്, ഇങ്ങനെ എല്ലാം ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് ക്രിസ്മസ് ട്രീക്ക് വെക്കാനുള്ള ഡെക്കറേഷൻസ് അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. എല്ലാം നല്ല പൊളി കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. ഞാനവിടെ ഗ്ലൗസും സ്കാർഫും ഒക്കെ നോക്കി നിൽക്കുകയാണ്. അവിടെ വിൻ്ററിലുള്ള ക്ലോത്തിങ്ങും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഞാനും തലയിൽ ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്ത് വെച്ചു. അമ്മയും ക്രിസ്മസ് ട്രീ വെച്ചില്ല, അമ്മ വേറെ കുറേ ഹാറ്റൊക്കെ വെച്ചു. ഞാൻ എൻ്റെ അതിൽ ഡെക്കറേഷൻസ് ഒക്കെ ഇട്ടതാണ്. എല്ലാം താഴെപ്പോയി. ഞങ്ങളെല്ലാം കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഇവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ മാത്രമല്ലാതെ സ്റ്റേഷനറി ഒക്കെ ഉണ്ട്. അപ്പം ഞാനവിടെ കണ്ട ഒരു 2 പെൻസാണിത്, ബ്ലാക്കും പേർപ്പിളും കൊറോമി. അപ്പം ഞാനത് വെച്ചിട്ട് ബോക്സിങ് ചാലഞ്ചൊക്കെ വെച്ചേക്കായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനത്തെ പേര് മാത്രമല്ല, ഇവിടെയുള്ള പേരുകൾ ഞാൻ വരെ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ കുറച്ച് പെൻസ് കാണിക്കാവേ. ഇതാണ് ഫസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പുള്ളൊരു പെന്ന്. ഇത് ലേസർ ഫിക്സ് ആയിട്ടുള്ള പേരിൽ ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആ പെന്നിലുള്ള ലേസറായിരുന്നു. ഇത് എഴുതാൻ മാത്രമല്ല ഉപയോഗിക്കപ്പെടുന്നത്, നമുക്കിതിൻ്റെ കൂടെ ഫാനും കിട്ടും. അപ്പം ചൂടൊക്കെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഈ പേരെടുത്ത് ഫാൻ എടുക്കാം. എൻ്റെ സ്കൂളിലാണെങ്കിൽ അതൊക്കെ അന്ന് തന്നെ പോകും. പിന്നെ നെയിൽ കട്ടിടെ പെന്നിൻ്റെ കൂടെ ഒരു നെയിൽ കട്ടർ എന്തിനാണ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ അതിൻ്റെ കൂടെ നെയിൽ കട്ടറുണ്ട്. ചിലപ്പോൾ നമ്മൾ നെയിൽസ് വെട്ടാതെ സ്കൂളിൽ പോകുമ്പോഴേ ടീച്ചർമാർ പിടിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ വെട്ടാനുള്ളതായിരിക്കും. പിന്നെ എറേസറുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതാണ് ഞങ്ങൾ മേടിച്ച ക്രിസ്മസ് ട്രീ. അപ്പോൾ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ കാണാം. ഫസ്റ്റ് ഇതൊക്കെ ഇതിൻ്റെ ഇതെല്ലാം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇതൊക്കെ. കാരണം അത് എന്താ എനിക്കതിൻ്റെ പേരായിട്ടില്ല, ഒരു ഇത് വെച്ചിട്ടുണ്ടാക്കിയേക്കുന്നതാണ്. അത് പേര് ഞാൻ മറന്നു ഗൈസ്, സോറി.
നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ മേടിച്ചൊരു ഗോൾഡ് കളറിൽ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉള്ളൊരു എന്താ എൻ്റെ പേര് ഞാൻ വീണ്ടും വന്നത്, ഇതാണ് മേടിച്ചത്. അപ്പോൾ ഇത് ഫുള്ള് ഞാനതിൽ ചുറ്റിയെടുക്കാൻ പോകണം. പിന്നെ ഞങ്ങളിങ്ങനെ ഒരു മാല പോലത്തെ ഒരു ഇത് മേടിച്ചായിരുന്നു. ഇതും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് തന്നെയാണ്. വലിയതായിരുന്നു ഇത്, മറ്റേനേക്കാളും വലിയത് ഇതായിരുന്നു. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് അത് 4 ഉണ്ടെന്ന്, പക്ഷേ അത് ശരിക്കും 2 ഉള്ളായിരുന്നു. പിന്നെ ഈ ഒരു മെരി ക്രിസ്മസ് എഴുതിയിട്ടുള്ളത്, അത് ഞാൻ ഒന്നേ ഉള്ളത് വിചാരിച്ചപ്പോൾ അതിനകത്ത് 4 ഉണ്ടായിരുന്നു. 4 ഡിഫറെൻറ്റ് കളേഴ്സ്, ഗ്രീന്, സിൽവർ, റെഡ്, ഗോൾഡ്. അപ്പോൾ ഈ കളേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിന് നമുക്കിതിൽ ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയുള്ള ഒരു നൂല് പത്തിയൊരു ഇതുണ്ടായിരുന്നു. അത് ഡെക്കറേറ്റ് ചെയ്യാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു, കാരണം അതെല്ലാം നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി പാടായിരുന്നു. ഞങ്ങളത് ചെയ്യാൻ കുറേ സമയം എടുത്തു. ഞങ്ങൾ ഈ മെരി ക്രിസ്മസ് ട്രീയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി നേരം എടുത്തു, കാരണം ഞങ്ങളത് വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇത് വീണ്ടും അത് ഊരിപ്പോയി. അപ്പോൾ അത് വീണ്ടും ഫിക്സ് ചെയ്യാൻ കുറച്ച് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ലൈറ്റും സ്റ്റാറും ഒക്കെ ഞങ്ങൾ വെച്ചു. ഈ ബോൾസൊക്കെ അതിലിട്ട് ക്രിസ്മസ് ട്രീ ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ കാത്തിരിക്കുക. ബൈ.